ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. നമ്മുടെ റിവിഷൻ തുടരുകയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഡിസോർഡേഴ്സ് ഓഫ് ആങ്സൈറ്റി, ഫിയർ, പാനിക് ആൻഡ് ഒബ്സഷൻസ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ മൂന്ന് വാക്കുകൾ ആങ്സൈറ്റി, ഫിയർ ആൻഡ് പാനിക് മൂന്നും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനാണ്. സോ ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ യഥാർത്ഥത്തിലുള്ള ഒരു ഡേഞ്ചർ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, ഒരു ഭീഷണി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനുണ്ടാകുന്ന വികാരത്തെ നമ്മൾ ഫിയർ എന്ന് പറയും. ആങ്സൈറ്റി ഈസ് ഫോർ സംതിങ് ദറ്റ് വി ഹാവ് ആൻ ആൻറ്റിസിപ്പേറ്റഡ് ഡേഞ്ചർ. ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്തയെയാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മളെ മുമ്പിൽ ഒരു പാമ്പുണ്ട്, പാമ്പ് സത്യമാണ് നമ്മുടെ മുമ്പിലുണ്ട്, അപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന വിചാരത്തെയാണ് നമ്മൾ ഫിയർ എന്ന് പറയുക. ഇരുട്ടത്ത് നടന്നു പോകുന്ന സമയത്ത് അവിടെ പാമ്പുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തോന്നലിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നത്തെയാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയാം. ഫോബിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർസിസ്റ്റന്റ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഫിയർ ഓഫ് എ സ്പെസിഫിക് ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ ദാറ്റ് പ്രസൻസ് ലിറ്റിൽ ഓർ നോ ആക്ച്വൽ ഡേഞ്ചർ ടു ദ പേഴ്സൺ. ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ്, സാധാരണഗതിയിൽ ആവശ്യത്തിൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു പേടി, സ്ഥിരമായിട്ടൊരു വസ്തുവിന് പേടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ പേടി ഉണ്ടാവുക. ആ സാഹചര്യം ഒന്നുകിൽ വളരെ ചെറിയ അപകടം അല്ലെങ്കിൽ തീരെ അപകടം ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ പാറ്റയെ പേടിയുള്ള ആളുകൾക്ക് ഫോബിയ ഉണ്ടാവും. ഭയങ്കരമായി പാറ്റ കടിച്ചിട്ട് ഇതുവരെ ആരും മരിച്ചിട്ടുമില്ല, ആർക്കൊന്നും പറ്റിയിട്ടുമില്ല. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോബിയ മൂന്നെണ്ണം. സ്പെസിഫിക് ഫോബിയ: ആനിമൽസ്, നാച്ചുറൽ എൻവയോൺമെന്റ്, ബ്ലഡ് ഇഞ്ചക്ഷൻ ഇഞ്ചുറി, സിറ്റുവേഷണൽ അതേഴ്സ്. സോഷ്യൽ ഫോബിയ: സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള പേടി. ആക്ടിങ് ഓർ ഹ്യൂമിലിയേറ്റിംഗ് ഓർ എംപാരസിംഗ് വേ, ബാക്കിയുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പം ഈ രീതിയിൽ പെരുമാറുക. അഗോറോഫോബിയ: ഫിയർ ഓഫ് ക്രൗഡഡ് പ്ലേസ് സച്ച് ആസ് ഷോപ്പിംഗ് മോൾസ്, തിയേറ്റേഴ്സ് എക്സെട്ര. എപ്പോഴാണ് നമ്മളൊരു സ്പെസിഫിക് ഫോബിയ എന്ന് പറയുക എന്നുള്ളത് DSM ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഓരോ വിഷയത്തിലും ഫിയർ ഈസ് എക്സസീവ് ആൻഡ് അൺറീസണബിൾ, ആവശ്യത്തിൽ കൂടുതലാണ്, ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേടിയാണ്. ഇപ്പോൾ ഫ്ലൈങ്ങിനുള്ള പേടി, ഹൈറ്റിനുള്ള പേടി, ഇരുട്ടിനുള്ള പേടി, ഇഞ്ചക്ഷനുള്ള പേടി ഒക്കെ പറയാൻ പറ്റും. എക്സ്പോഷർ ടു ഫോബിക് സ്റ്റിമുലസ് ഓൾമോസ്റ്റ് ഇൻവേരിയബിളി പ്രൊവോക്കഡ് ആസ് എൻ ഇമ്മീഡിയറ്റ് ആങ്സൈറ്റി റെസ്പോൺസ്. ഫ്ലൈറ്റിൽ കയറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കയറിയാൽ ഉണ്ടാകുന്ന ആ രീതിയിൽ തന്നെയാണ് പ്രതികരണം ഉണ്ടാവുക. ആളുകൾക്ക് അറിയാം ഇത് എക്സസീവ് ആണെന്ന്, അദ്ദേഹത്തിന് തന്നെ അറിയാം. ഇത് ഒഴിവാക്കാനുള്ള പരമാവധി പ്രവർത്തനങ്ങൾ നടത്തും. ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു രീതിയാണ് അവർ പെരുമാറുക. ഇനി കോമോബിഡിറ്റി: സ്പെസിഫിക് ഫോബിയ ഉള്ള ആളുകൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലൈഫ് ടൈം പ്രിവലൻസ് 12% ആളുകൾക്ക് തുടങ്ങിയത് അവരുടെ ജീവിതാവസാനം വരെ ഉണ്ടാകും. അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവർ ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നോക്കും, ഇറേഷണൽ ആയിട്ട് യുക്തിരഹിതമായിട്ട് ബിഹേവ് ചെയ്യും, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസസ് ഉണ്ടാക്കും. പിന്നെ സിറ്റുവേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ സാഹചര്യം മാറ്റി വെച്ചിട്ട്, അയാൾക്ക് ഹൈറ്റിനെ പേടിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു മീറ്റിംഗ് നമ്മൾ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെക്കുന്നു എന്നുള്ളത് അയാളുടെ ഹൈറ്റിനെ കുറിച്ചുള്ള പേടിയെ വർദ്ധിപ്പിക്കാനാണ് സാധ്യമാക്കുക. പിന്നെ ഫോബിയ ക്യാൻ ഹാവ് സെക്കൻഡറി ഗെയിൻസ്. ആളുകളുടെ അറ്റൻഷൻ കൂടും, സിമ്പതി കൂടും, ബാക്കിയുള്ളവരുടെ പെരുമാറ്റത്തിൽ ആ രീതിയിലൊക്കെ നമുക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോഷ്യൽ ഫോബിയ ഇതേപോലെ സാമൂഹികപരമായ സാഹചര്യങ്ങൾ, പബ്ലിക് സ്പീക്കിംഗ്, യൂറിനേറ്റിംഗ് ഇൻ എ പബ്ലിക് ബാത്റൂം, ഈറ്റിംഗ് ഓർ റൈറ്റിംഗ് ഇൻ പബ്ലിക്, അതിനോടൊക്കെ ഉണ്ടാകുന്ന പേടിയാണ്. ഡിപ്രഷൻ ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ആണ് കോമോബിഡിറ്റി ആയിട്ട് ഉണ്ടാവുക. 12% or 12.8% പ്രിവലൻസ് ഉണ്ട്. എന്തുകൊണ്ടുണ്ടാകുന്നു? ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്, ജനറ്റിക്, പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ടെമ്പറമെന്റ് ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്, ബിഹേവിയർ എന്താണ് ചെറുപ്പത്തിലുണ്ടാകുന്ന സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട്, അൺപ്രഡിക്റ്റബിലിറ്റി പെർസെപ്ഷൻ ഉള്ളത് കൊണ്ട്. ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ്, പരിണാമത്തിലൂടെ പ്രിപ്പയർഡ്നെസ് ഫോർ സോഷ്യൽ ഫോബിയ. എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ഒരുവിധം എല്ലാ ഫോബിയാസിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് CBT ആണ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉപയോഗിക്കുന്നു. മെഡിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ട്, ആൻറ്റി ഡിപ്രസൻസ് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. CBT തന്നെ എക്സ്പോഷർ തെറാപ്പിയൊക്കെയാണ് കുറച്ചും കൂടി നന്നായി വർക്ക് ചെയ്യുക. പാനിക് ഡിസോർഡർ ഇസ് എ ഡിസ്ക്രീറ്റ് പീരിയഡ് ഓഫ് ഇൻറ്റൻസ് ഫിയർ ഓർ ഡിസ്കംഫർട്ട്. ലീസ്റ്റ് 4 ഫ്രം എ സിസ്റ്റ് ഓഫ് 13 സ്റ്റാൻഡേർഡ് സിംറ്റംസ്. 13 സിംറ്റംസിൽ 4 ഉണ്ടാവണം. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാവുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. പാനിക് അറ്റാക്കും ആങ്സൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പാനിക് അറ്റാക്ക്
പെട്ടെന്ന് ഉണ്ടാവുകയും വളരുകയും 10 മിനിറ്റിൽ ഉണ്ടായി 20 മിനിറ്റിൽ കുറഞ്ഞ് മാക്സിമം 30 മിനിറ്റിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിങ്ങനെ പതിയെ പതിയെ ഉണ്ടാവുകയും ഇൻറ്റൻസ് അല്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പാനിക് അറ്റാക്കും ആങ്സൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ടുണ്ടാവുന്നു? ജനറ്റിക് വേരിയബിൾസ് പറഞ്ഞതാണ്. ബ്രെയിൻ ആക്ടിവിറ്റി, അമിഗ്ലാഡ എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഭാഗത്തിൻ്റെ ഓവർ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? പാനിക് ഡിസോർഡർ ഉണ്ടാക്കുന്നുണ്ട്. ഡിസ്ഫങ്ഷണൽ ബയോകെമിസ്ട്രി, ശരീരത്തിലുണ്ടാകുന്ന കെമിക്കൽസിൻ്റെ സോഡിയം പൊട്ടാഷ്യം ഇംബാലൻസ് ഒക്കെ അതിന് കാരണമാകുന്നുണ്ട്. സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ബിഹേവിയറൽ ഫാക്ടേഴ്സ്, ഇൻട്രോസ്പെക്റ്റീവ് നമ്മൾ പുറത്തുനിന്നുള്ളതും അകത്തുനിന്നുള്ളതും വരും. കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, നമ്മൾ ആലോചനാപരമായ കാരണങ്ങൾ. ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി, നമ്മൾ ഈ കാര്യങ്ങൾ ഒരു സാഹചര്യത്തിലുണ്ടാകുന്ന ആങ്സൈറ്റി നേരിടാനുള്ള നമ്മളുടെ കഴിവ്, എത്രത്തോളം കഴിവുണ്ട്. സേഫ്റ്റി ബിഹേവിയേഴ്സ്, ഈ ആളുകൾ അതിസുരക്ഷ, ഭയങ്കരമായ സുരക്ഷയെക്കുറിച്ച് ആലോചിക്കുകയും സംസാരിച്ചുകൊണ്ടിരിക്കുക. നെഗറ്റീവ് തോട്ട്സ്, അപകടങ്ങളെക്കുറിച്ച്, ദുരന്തേട്ടൻ എപ്പോഴും ഈ ദുരന്തങ്ങളെക്കുറിച്ച് സംഭവിക്കുമെന്നും ദുരന്തം വരുമെന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രീറ്റ്മെൻറ്റിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എക്സ്പോഷർ തെറാപ്പി. 2 ഇൻ്റഗ്രേറ്റീവ് ടെക്നിക്സ്, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വിത്ത് എക്സ്പോഷർ തെറാപ്പി, മെഡിക്കേഷൻസ്, ആങ്സലൈറ്റ്സ്, ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. താങ്ക് യു എവ്രി വൺ.